നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാൽ. ആദ്യം പ്രധാന വാർത്തകൾ. മുള്ളൂർക്കര ആറ്റൂർ മണ്ഡലംകുന്നിൽ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സഹോദരിമാരിൽ മൂന്നാമത്തെയാളും മരണത്തിന് കീഴടങ്ങി. മടത്തിപ്പറമ്പിൽ വീട്ടിൽ അവിവാഹിതരായ സരോജിനി, ദേവകി എന്നിവർക്ക് പിന്നാലെ ചികിത്സയിലായിരുന്ന 80 വയസ്സുള്ള ജാനകിയാണ് തിങ്കളാഴ്ച പുലർച്ചെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിൽ ഇത്തരമൊരു കടുങ്കൈ ചെയ്യാൻ ഇവരെ പ്രേരിപ്പിച്ചത് എന്താണെന്ന കാര്യത്തിൽ വടക്കാഞ്ചേരി പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. തൃശൂർ മണ്ണുത്തി ഒല്ലുക്കരയിലെ സത്യം ഐസ് ഫാക്ടറിയിൽ അമോണിയ വാതകം ചോർന്നതിനെ തുടർന്ന് പ്രദേശത്ത് പരിഭ്രാന്തി പരന്നു. രാവിലെ പൈപ്പിന്റെ വാൽവിനുണ്ടായ തകരാർ മൂലം 25,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കറിൽ നിന്നാണ് വാതകം ചോർന്നത്. തൃശൂർ, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ 3 യൂണിറ്റ് ഫയർഫോഴ്സ് വെള്ളമടിച്ച് വാതകം നിർവീര്യമാക്കിയ ശേഷമാണ് ചോർച്ച പൂർണ്ണമായും പരിഹരിച്ചത്. ഉപകരണങ്ങളുടെ കാലപ്പഴക്കമാണ് അപകടത്തിന് കാരണമായതെന്ന് കരുതുന്ന സാഹചര്യത്തിൽ ഫാക്ടറിയിൽ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്താൻ അധികൃതർ തീരുമാനിച്ചു. ജനപ്രതിനിധിയായി 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കിയ കെ അജിത് കുമാറിന് സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് മുണ്ടത്തിക്കോട് സെന്ററിൽ പൗരസ്വീകരണം നൽകി. റാലിയോടെയും പൊതുസമ്മേളനത്തോടെയും നടന്ന അജിതം രജതം സ്വീകരണ പരിപാടി AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അണിനിരന്ന ചടങ്ങിൽ അജിത് കുമാറിന്റെ ജീവിതരേഖ വ്യക്തമാക്കുന്ന ഡോക്യുമെന്ററി പ്രദർശനവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തി. പരിശോധന നടത്തുന്നതിനിടെയാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 6 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. എക്സൈസും RPFും സംയുക്തമായാണ് റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്തിയത്. ദീർഘദൂര തീവണ്ടികൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് കടത്ത് വർദ്ധിക്കുന്നതായി എക്സൈസ് സംഘം. പരിശോധനാ സംഘത്തെ കണ്ടതോടെ കടത്തുകാർ കഞ്ചാവ് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാകാമെന്നാണ് നിഗമനം.